എങ്ങനെ നിങ്ങൾക്കൊരു കോമൺ സർവീസ് സെന്റർ, അതായത് ഒരു ജനസേവന കേന്ദ്രം, കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു BLE ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഇങ്ങനൊരു സെന്റർ തുടങ്ങുന്ന കാര്യം സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2 എന്നൊക്കെ പറഞ്ഞിട്ട് ഷോർട്സ് ആയിട്ട് ഞാൻ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ ഒരു വീഡിയോയും കൂടിയുണ്ട്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കിക്കോ, ഉപകാരപ്പെടും. മുമ്പത്തെ വീഡിയോസിലെല്ലാം പറഞ്ഞതുപോലെ തന്നെ TEC സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് CSC സെന്റർ രജിസ്റ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ TEC സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവർ എത്രയും പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് രജിസ്റ്റർ ചെയ്യുക. അതിൻ്റെ ഡീറ്റെയിൽസ് മുമ്പത്തെ വീഡിയോസിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. ആ വീഡിയോയുടെ ലിങ്ക് ഐ ബട്ടണിലോ ഡിസ്ക്രിപ്ഷനിലോ നമ്മൾ കൊടുത്തേക്കാം. എന്നാൽ പിന്നെ നമുക്കിനി CSC എങ്ങനെ രജിസ്റ്റർ ചെയ്യാമെന്ന് നോക്കാം. അതിനായിട്ട് ഗവൺമെൻറ് റൺ ചെയ്യുന്ന ഈ വെബ്സൈറ്റിലേക്കാണ് നിങ്ങൾ എത്തേണ്ടത്. ജസ്റ്റ് ഗൂഗിളിൽ രജിസ്റ്റർ CSC എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് ഈ വെബ്സൈറ്റിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. എന്തായാലും ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഈ വെബ്സൈറ്റിലെ പോപ്പപ്പിൽ കാണിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് CSCയുടെ രജിസ്ട്രേഷൻ VLEs ആരംഭിക്കേണ്ടത്. ഇപ്പോൾ ലോഡായി വരുന്ന വിൻഡോയിൽ ഗെറ്റ് സ്റ്റാർട്ടർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നീട് ലോഡായി വരുന്ന വിൻഡോയിൽ കാണിക്കുന്നത് നമുക്ക് വേണ്ട സർട്ടിഫിക്കറ്റ്സിൻ്റെ കാര്യങ്ങളാണ്. ഇതിൽ ബാങ്ക് BC സർട്ടിഫിക്കറ്റ് ഒഴിച്ച് ബാക്കി എല്ലാ സർട്ടിഫിക്കറ്റ്സും നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. രജിസ്ട്രേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി, നിങ്ങളുടെ കയ്യിൽ പാസ്പോർട്ട് ഇല്ലെങ്കിൽ, പാസ്പോർട്ടിനെ കുറിച്ചാണ് പറയാനുള്ളത്. പാസ്പോർട്ട് ഇല്ലെങ്കിൽ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിലവിൽ നിങ്ങളുടെ കയ്യിൽ പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ട് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. സെൻറ്റർ തുടങ്ങിയിട്ട് ഒരു 3 മാസം കഴിയുന്നതിന് മുമ്പായിട്ട് നിങ്ങളത് കൊടുത്താൽ മതി. അതുകൊണ്ട് പാസ്പോർട്ട് ഉള്ളവർ എന്തായാലും നിർബന്ധമായിട്ട് പാസ്പോർട്ട് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നിങ്ങൾക്ക് പോലീസ് വെരിഫിക്കേഷൻ റിപ്പോർട്ടിൻ്റെ പുറകെ നടക്കേണ്ടി വരത്തില്ല. അതുകൊണ്ട് പറഞ്ഞാൽ പിന്നെ സെൻറ്റർ തുടങ്ങുമെങ്കിൽ നിങ്ങൾ മിനിമം 10ാം ക്ലാസ് പാസ്സായിരിക്കണം. അതാണ് ഇവിടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞ് ചോദിച്ചേക്കുന്നത്. നിങ്ങൾ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവരാണെങ്കിലും +2 പാസ്സായിട്ടുള്ളവരാണെങ്കിലും ഡിഗ്രി പാസ്സായിട്ടുള്ളവരാണെങ്കിൽ ഇനി PG ആണെങ്കിലും അതിൻ്റെ സർട്ടിഫിക്കറ്റ് കയ്യിൽ വെക്കുക. അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അപ്പോൾ നമുക്കിനി രജിസ്ട്രേഷൻ പ്രൊസീജിയേഴ്സ് തുടങ്ങാം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് തുടങ്ങാം. എനിക്ക് ഈ വെബ്സൈറ്റിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഒന്നുമില്ല. വേറൊന്നുമല്ല, എൻ്റെ രജിസ്ട്രേഷൻ കഴിഞ്ഞാണ്. നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് തൃശ്ശൂരുള്ള ഒരു സുഹൃത്ത് എനിക്ക് മെസ്സേജ് അയച്ചിരുന്നു. അവൻ രജിസ്റ്റർ ചെയ്ത സമയത്ത് സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് ഈ വീഡിയോ എനിക്ക് അയച്ചു തന്നത്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റും അവന് കൊടുത്തുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാം. അവൻ എന്തായാലും സെൻറ്റർ തുടങ്ങുമ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് പോകുന്നതായിരിക്കും. എന്നിട്ട് അവൻ്റെ കൺസെൻ്റ് ഒക്കെ മേടിച്ചിട്ട് അവൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അപ്പോൾ നമുക്കിനി രജിസ്റ്റർ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. ഈ കാണുന്ന വിൻഡോ നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുക. അവിടെ ഒരു കൺസെൻ്റ് കൊടുക്കേണ്ടത്. അതിൽ ടിക്ക് ചെയ്ത ശേഷം ഗെറ്റ് സ്റ്റാർട്ടർ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകുന്നതായിരിക്കും. അടുത്ത സ്റ്റെപ്പ് പോലെ ഏകദേശം 6 ഘട്ടമായിട്ടാണ് നമ്മൾ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഡോക്യുമെൻറ്റ്സ് എല്ലാം കയ്യിൽ കരുതുക. കൂടാതെ അതിൻ്റെ സ്കാൻഡ് കോപ്പീസ് ഒരു ഫയലിലാക്കിയതിന് ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യാൻ തുടങ്ങുക. എന്തായാലും നിങ്ങൾ ഒരു സിസ്റ്റം ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ലാപ്ടോപ്പ് ഉപയോഗിച്ചോ മാത്രമേ ഈ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതിൻ്റെ ആദ്യ സ്റ്റെപ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ TEC നമ്പർ ഈ വെബ്സൈറ്റിലേക്ക് അടിച്ചു കൊടുക്കുക. അവിടെ അടിച്ചു കൊടുക്കാനുള്ള കോഡുണ്ട്. അതിൽ അടിച്ചു കൊടുത്തതിന് ശേഷം വാലിഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ നമ്പറൊക്കെ അടിച്ചു കൊടുത്ത് വാലിഡേറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2-3 മിനിറ്റ് എടുത്തായിരിക്കും അത് പ്രോസസ്സായി വരിക. അതുവരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യുക. ഇത് പ്രോസസ്സായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുറച്ചധികം ഡീറ്റെയിൽസ് ഓൾറെഡി ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മുടെ ആധാറിലെ ഡീറ്റെയിൽസ് പോലെ തന്നെ വേണം നമ്മൾ TEC സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡീറ്റെയിൽസ് കൊടുക്കാൻ. എങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റെപ്സ് പ്രൊസീഡ് ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തായിട്ട് നമ്മൾ നമ്മുടെ മൊബൈൽ നമ്പർ നൽകിയിട്ട് അതിൻ്റെ OTP വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ഈ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ മൊത്തം അത്യാവശ്യം ലെങ്തിയാണ്. ഏകദേശം ഒരു 15-20 മിനിറ്റ് നിങ്ങൾ സിസ്റ്റത്തിൻ്റെ മുമ്പിൽ ഇരിക്കേണ്ടി വരും. OTP വന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ OTP അടിച്ചു കൊടുത്ത് മൊബൈൽ നമ്പർ വാലിഡേറ്റ് ചെയ്യുക. അടുത്തായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുകയാണ്. ആധാർ നമ്മൾ അടിച്ചു കൊടുത്ത് വാലിഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും അവർ നമ്മുടെ TEC സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും ആധാറിലെ ഡീറ്റെയിൽസും തമ്മിൽ ക്രോസ് ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ TEC സർട്ടിഫിക്കറ്റ് അപ്ലൈ സമയത്ത് ആധാറുമായിട്ട് മാച്ച് ചെയ്യുന്ന ഡീറ്റെയിൽസ് തന്നെയാണ് ഇൻപുട്ട് ചെയ്തതെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ തെറ്റ് വല്ലതും ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പ്രൊസീഡ് ചെയ്യാൻ പറ്റില്ല. എസ്പെഷ്യലി നെയിമും ഡേറ്റ് ഓഫ് ബർത്തും. ഇനി വല്ല തെറ്റും വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ TEC സർട്ടിഫിക്കറ്റിൻ്റെ വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് ഉണ്ടാവും. നമ്മൾ അവരെ കോൺടാക്ട് ചെയ്തിട്ട് കാര്യങ്ങൾ പറഞ്ഞ് ഒരു പേയ്മെൻ്റ് ഒക്കെ അടച്ച് കഴിയുമ്പോഴേക്കും അവർ സർട്ടിഫിക്കറ്റ് കറക്റ്റ് ചെയ്ത് തരുന്നതാണ്. ഇനിയുള്ളത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ആണ്. അത് നിങ്ങൾക്ക് വായിച്ച് നോക്കി ഫില്ല് ചെയ്യാവുന്നേ. അത് നമ്മുടെ ഡോക്യുമെൻറ്റ്സുമായിട്ട് വാലിഡേറ്റ് ചെയ്യുന്ന തരത്തിൽ ഫില്ലാക്കുക. ഇനി അടുത്തായിട്ടുള്ളത് കിഷോക്കിൻ്റെ ഡീറ്റെയിൽസ് ആണ്. അതായത് നമ്മുടെ സ്റ്റോറിൻ്റെ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഇൻപുട്ട് ചെയ്യേണ്ടത്. അതിനു മുമ്പ് ഒരു കാര്യം കൂടി, നമ്മുടെ സ്ഥാപനം ഇരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനം പ്ലാൻ ചെയ്യുന്നത് റൂറൽ ഏരിയയിലാണെങ്കിൽ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴേക്കും കുറച്ച് ഡീറ്റെയിൽസ് കൂടി ഇൻപുട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതും നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. വലിയ പാടൊന്നുമില്ല. ഈ ഒരു ഭാഗം ഞാൻ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങൾ ആപ്ലിക്കേഷൻ വയ്ക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഫില്ല് ചെയ്യുക. ഇനിയുള്ളത് കിഷോക്ക് ഡീറ്റെയിൽസ് ആണ്. കിഷോക്ക് ഡീറ്റെയിൽസ് എന്ന് വെച്ച് ചോദിച്ചേക്കുന്നത് നമ്മുടെ കടയുടെ ഡീറ്റെയിൽസ് ആണ്. ഓൾറെഡി നമുക്കൊരു കടയുണ്ടെങ്കിൽ അതിൻ്റെ പേര് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന പേര് കൊടുക്കുക. പിന്നെ ചോദിച്ചിരിക്കുന്നത് ഓണർഷിപ്പ് ഡീറ്റെയിൽസ് ആണ്. നമ്മുടെ കട സ്വന്തമാണോ അതോ റെൻറ്റഡ് ആണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. പിന്നീട് നമ്മളവിടെ റൂറൽ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കൊടുക്കേണ്ടതുണ്ട്. അത് നമുക്ക് വായിച്ച് മനസ്സിലാക്കി ചെയ്യാവുന്നേ ഉള്ളൂ. അപ്പോൾ കടയുടെ ഡീറ്റെയിൽസ് എല്ലാം കൃത്യമായിട്ട് കൊടുത്ത് അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് പോകാവുന്നതാണ്. ഇനി അഥവാ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ തന്നെയാണ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് തന്നെ കൊടുത്ത് നിങ്ങൾക്ക് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. കടയ്ക്ക് ഏതെങ്കിലും ഒരു പേര് കൊടുത്തിട്ട് ഇവിടെ അഡ്രസ്സ് ചോദിക്കുന്ന സ്ഥലത്ത് നിങ്ങളുടെ വീടിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. വീണ്ടും ഞാൻ വീഡിയോ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുവാണ്. ക്യാപ്ച കോഡ് കൊടുത്ത് കൺസെൻറ്റിനുള്ള ടിക്ക് മാർക്ക് നൽകി നിങ്ങൾക്ക് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ അടുത്തായിട്ട് പാൻ നമ്പറും ഇമെയിലും വെരിഫൈ ചെയ്യുന്ന സെക്ഷനിലേക്ക് എത്തും.
ഈ സെഷനിൽ നിങ്ങൾ നിങ്ങളുടെ ഇമെയിൽ ഐഡി നൽകി ഒ.ടി.പി വെരിഫിക്കേഷൻ നടത്തേണ്ടതാണ്. അതായത് ഇമെയിലിലേക്ക് ഒരു ഒ.ടി.പി തരും. അത് അടുത്ത് വരുന്ന കോളത്തിൽ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ പാൻ നമ്പർ അടിച്ചു കൊടുത്ത് ചെക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത്, അതായത് കൺസെന്റിലുള്ള ചെക്ക് മാർക്ക് ക്ലിക്ക് ചെയ്ത് നെക്സ്റ്റ് കൊടുത്ത് നെക്സ്റ്റ് സെഷനിലേക്ക് പോകാവുന്നതാണ്. ഒരു കാര്യം ഓർക്കുക, പാൻ കാർഡിലെയും ആധാർ കാർഡിലെയും ഡീറ്റെയിൽസ് മാച്ച് ആയാൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടെ പാൻ കാർഡ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് പാൻ കാർഡിൽ ഏതെങ്കിലും കറക്ഷൻ വേണമെങ്കിൽ കറക്റ്റ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ രജിസ്ട്രേഷൻ്റെ പ്രൊസീജിയർ ആരംഭിക്കുക. വീണ്ടും കുറച്ച് ഭാഗം നമ്മൾ ഫാസ്റ്റ് ഫോർവേഡ് ചെയ്യുകയാണ്. ഇമെയിൽ കൊടുത്ത് പാനൊക്കെ വാലിഡേറ്റ് ചെയ്ത ശേഷം കൺസെന്റിലുള്ള ടിക്ക് മാർക്ക് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ കൊടുക്കാനുള്ളത് ബാങ്കിങ് ഡീറ്റെയിൽസ് ആണ്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ഥാപനത്തിൻ്റെ പേരിൽ, അതായത് നമ്മൾ ഓൾറെഡി കൊടുത്ത കിഷോക്കിൻ്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് ഇല്ലാത്ത പക്ഷം സേവിങ്സ് അക്കൗണ്ട് കൊടുക്കുക. ഇനി നിങ്ങൾക്ക് അഥവാ കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ കറണ്ട് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ്, അതായത് സ്ഥാപനത്തിൻ്റെ പേരിൽ കറണ്ട് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കറണ്ട് അക്കൗണ്ട് കൊടുക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് നിങ്ങളുടെ സേവിങ്സ് അക്കൗണ്ട് കൊടുത്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കൺഫേം ആയില്ലെങ്കിൽ 1-2 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്തുകൊണ്ട് ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് വാലിഡേറ്റ് ചെയ്യുന്നതായിരിക്കും. അതോർത്ത് നിങ്ങൾ വറീഡ് ആവുകയൊന്നും വേണ്ട. 1-2 രൂപ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് അവർ വെരിഫൈ ചെയ്യുന്നതായിരിക്കും. വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമ്മളിപ്പോൾ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ട് വാലിഡേറ്റ് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് ഫെയിൽ ആയിട്ടുണ്ട്. അതിൽ കുഴപ്പമില്ല. ഇപ്പോൾ അവിടെ പറഞ്ഞേക്കുന്നത് നിങ്ങൾ നോമിനിയുടെ ഡീറ്റെയിൽസ് അടിച്ചിട്ട് പ്രൊസീഡ് ചെയ്തേക്കാനാണ്. അപ്പോൾ അവർ 1-2 രൂപ, അതായത് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ 1-2 രൂപ നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഡെപ്പോസിറ്റ് ചെയ്ത് ബാങ്ക് അക്കൗണ്ടിൻ്റെ കാര്യം ഓട്ടോമാറ്റിക്കലി വെരിഫൈ ചെയ്തോളൂ. നമുക്ക് നോമിനിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് നെക്സ്റ്റ് സെക്ഷനിലേക്ക് പോകാവുന്നതാണ്. ഈ സെക്ഷനിൽ വേണ്ട എല്ലാ ഡീറ്റെയിൽസും കൃത്യമായി ഇൻപുട്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോകാം. അടുത്തത് ഡോക്യുമെൻറ്റ് സെക്ഷനാണ്. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ എല്ലാ ഡോക്യുമെൻറ്റ്സും കൃത്യമായി അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. ഇതിൽ നിർബന്ധമായിട്ട് പറയുന്ന കുറച്ച് ഡോക്യുമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ നിങ്ങൾ കഴിയുന്നത്ര എല്ലാ ഡോക്യുമെൻറ്റ്സും അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക, എസ്പെഷ്യലി പാസ്പോർട്ട് ഉൾപ്പെടെ. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്, നിങ്ങൾക്ക് പാസ്പോർട്ട് ഉണ്ടെങ്കിൽ 3 മാസം കഴിയുമ്പോൾ വീണ്ടും പോലീസ് വെരിഫിക്കേഷൻ്റെ പുറകെ നടക്കേണ്ട കാര്യമില്ല. അതുകൊണ്ടാണ് പാസ്പോർട്ട് ഉൾപ്പെടെ നമുക്ക് സാധിക്കുന്ന അത്രയും ഡോക്യുമെൻറ്റ്സ് ഇതിലോട്ട് അപ്ലോഡ് ചെയ്യാൻ ഞാൻ പറയുന്നത്. അങ്ങനെ നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ ഡോക്യുമെൻറ്റും അപ്ലോഡ് ചെയ്ത് താഴെയുള്ള കൺസെൻറ്റ് മാർക്ക് ചെയ്ത് നെക്സ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ പ്രിവ്യൂവിലേക്ക് നിങ്ങൾക്ക് പോകാം. നിങ്ങൾ ഇതുവരെയും കൊടുത്ത എല്ലാ ഡീറ്റെയിൽസും ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്ത് നോക്കുക. ഇതിൽ ഇനിയിപ്പോൾ ഡീറ്റെയിൽസ് ഒന്നും സെറ്റാൻ സാധ്യതയില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് വായിച്ച് നോക്കിയാൽ മാത്രം മതി. എന്നിട്ട് താഴേക്ക് സ്ക്രോൾ ചെയ്ത് വീണ്ടും നിങ്ങൾക്ക് നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റഡ് ആവുന്നതാണ്. ആപ്ലിക്കേഷൻ്റെ എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ ഇമെയിലിലേക്ക്, അതായത് നമ്മൾ കൊടുത്ത ഇമെയിലിലേക്ക് ഇപ്പോൾ തന്നെ വന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഈ ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പറും അതല്ലെങ്കിൽ ഈ പ്രിൻറ്റ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ്റെ പ്രിൻറ്റും എടുത്ത് വെക്കാം. പക്ഷേ അതിൻ്റെ കാര്യമൊന്നുമില്ല. ഓൾറെഡി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇമെയിലിൽ അവർ അറിയിക്കുന്നതായിരിക്കും. ഇതോടുകൂടി രജിസ്ട്രേഷൻ്റെ 90% കംപ്ലീറ്റ് ആയി. ബാക്കിയുള്ള 10% എന്ന് പറയുന്നത് ഒരു വീഡിയോ വെരിഫിക്കേഷൻ ആണ്. അതായത് നമ്മുടെ സെൻറ്ററിന് ജിയോ ടാഗ് ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ വെരിഫിക്കേഷൻ ആണ്. അതെങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ആയി കഴിഞ്ഞാൽ, അതായത് റെഫറൻസ് നമ്പർ ജനറേറ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീഡിയോ വെരിഫിക്കേഷൻ 48 മണിക്കൂറിൽ ചെയ്തിരിക്കണം. അതിൻ്റെ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോകാം. നമ്മൾ നമ്മുടെ മൊബൈലിൽ ഗൂഗിൾ പ്ലേ സ്റ്റോറിലേക്ക് പോയ ശേഷം CSE എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. അപ്പോൾ ആദ്യം കാണുന്ന ഒരു ആപ്പ് നമ്മൾ ഡൗൺലോഡ് ചെയ്തേണ്ടതുണ്ട്. അത് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമ്മുടെ ഇമെയിലിലേക്ക് വന്ന ഡീറ്റെയിൽസ് നമ്മൾ അതിലേക്ക് അടിച്ചു കൊടുക്കുക. അപ്പോഴത്തേക്കും അവർ വീഡിയോ വെരിഫിക്കേഷൻ നമുക്ക് ചെയ്യാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ വീഡിയോ വെരിഫിക്കേഷൻ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ എവിടെയാണോ കട ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓൾറെഡി കടയിൽ പോയി നിൽക്കുക, അവിടെ നിന്ന് വേണം വീഡിയോ വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങളുടെ കടയുടെ നെയിം ഡിസ്പ്ലേ ആകണം. വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പർ, പാൻ നമ്പർ ഒരു പേപ്പറിൽ പ്രിൻറ്റ് ചെയ്ത് കയ്യിൽ പിടിക്കുന്ന വീഡിയോ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ പേരും നിങ്ങളുടെ ഡേറ്റും ഒക്കെ നിങ്ങൾ വീഡിയോയിൽ പറയണം. അത് റെക്കോർഡ് ചെയ്തിട്ട് സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അങ്ങനെ വീഡിയോ എടുക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ മാപ്സ് ഓണാക്കി നിങ്ങളുടെ ലൊക്കേഷൻ തന്നെയാണ്, അതായത് നിങ്ങളുടെ കടയുടെ ലൊക്കേഷൻ തന്നെയാണ് നിലവിൽ കാണിക്കുന്നതെന്ന് ഉറപ്പ് വരുത്തുക. എന്നിട്ട് മാത്രം ആപ്പ് ഓപ്പൺ ചെയ്ത് സെൽഫി വീഡിയോ അയക്കുക. സെൽഫി വീഡിയോ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞ് മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ CSE ID ജനറേറ്റ് ആവുന്നതാണ്. അത് നിങ്ങൾക്ക് അയച്ചു തരും. പിന്നീട് അത് കഴിഞ്ഞ് നിങ്ങളുടെ ഡിസ്ട്രിക്ട് മാനേജർ വന്ന് ഒരു വെരിഫിക്കേഷൻ നടത്തി കഴിയുമ്പോൾ നിങ്ങൾക്ക് എല്ലാ സർവീസും ഓരോരോ സർവീസായിട്ട് ആക്റ്റീവായിട്ട് വരുന്നതായിരിക്കും. വീഡിയോ വെരിഫിക്കേഷൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ കടയുടെ പേര് ബാക്കിൽ ഡിസ്പ്ലേ ആവണം. രണ്ടാമത്തെ കാര്യം എന്നുള്ളത് നിങ്ങളുടെ പാൻ നമ്പറും നിങ്ങളുടെ റെഫറൻസ് നമ്പറും, ആപ്ലിക്കേഷൻ റെഫറൻസ് നമ്പറും കയ്യിൽ പ്രിൻറ്റ് ചെയ്ത് പിടിക്കണം. എന്നിട്ട് നിങ്ങളുടെ പേരും ഡേറ്റ് ഓഫ് ബർത്തും പറഞ്ഞുകൊണ്ട് വേണം സെൽഫി വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾ സബ്മിറ്റ് ചെയ്യാനായിട്ട്. അത് കഴിയുമ്പോഴേക്കും 48 മണിക്കൂറിൽ തന്നെ ID ജനറേറ്റ് ആവുന്നതാണ്. ഇത്രയൊക്കെ ഉള്ളൂ ഒരു CSEയുടെ തുടങ്ങുന്ന രജിസ്ട്രേഷൻ്റെയൊക്കെ കാര്യങ്ങൾ പറയാനുണ്ട്. ബാക്കിയൊക്കെ നിങ്ങൾക്ക് CSEയുടെ ഭാഗത്ത് നിന്ന് ക്ലാസ് സപ്പോർട്ടൊക്കെ ഉണ്ടാവും. എല്ലാ കാര്യങ്ങളും CSEയുടെ ഭാഗത്ത് നിന്ന് പറഞ്ഞു തരും. അപ്പോൾ CSE സെൻറ്റർ തുടങ്ങുന്ന ആൾക്കാരെ ഞാൻ ബയോയിൽ കൊടുത്തിരിക്കുന്ന ടെലഗ്രാം IDയിൽ എനിക്ക് മെസ്സേജ് അയക്കുക. ഞാൻ നിങ്ങളെ കാണാൻ വരുന്നതായിരിക്കും. നിങ്ങൾ സെൻറ്റർ വിസിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.